ഹലോ ഗായ്സ്, ഞാൻ മാളിൽ പോവാ. ഇന്നത്തെ വീഡിയോ കോളാവുന്ന എനിക്ക് തോന്നുന്നു. എന്റെ അമ്മന്റെ പൊട്ട ഫോണിലെ വീഡിയോ എടുത്ത് ഒന്നും കാണുന്നില്ല. അടുത്താൽ എന്റെ ഫാൻസ് ഇത് കണ്ടാല് പ്രശ്നമാവൂലേക്കും. പിന്നെ ഈ ട്രിപ്പിൽ എന്റെ ഒപ്പല്ല കേട്ടോ. എന്റെ ഒപ്പല്ലാതെ ആദ്യമായിട്ടാ പോകുന്നത്. ഇപ്പല്ലാത്തോണ്ട് കാറും ബൈക്കും ഒന്നുമില്ല, ബസ് തന്നെ പോണം. ഇന്നാണ് മഴ പെയ്യുന്നില്ല, ഒടുക്കത്തെ വെയില്. ഞാൻ എന്റെ ഫ്രാൻസിന്റെ മുമ്പിൽ കറക്കുവോ? പഠിച്ചോനും മമ്മർത്ത് തങ്ങളെ ഓട്ടോറിക്ഷ വന്നല്ലോ. ഭാഗ്യം, പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ എത്തി. ഞാനൊരു സാധാരണ സെബിറ്റി അല്ലേ, ഓട്ടോറിക്ഷയിലൊക്കെ പോവും. അതാണ് എന്റെ എളിമത്തം. ഞങ്ങള് കലാഭവൻ മണിന്റെ ഫാൻസാ. അങ്ങനെ ഞങ്ങള് മുക്കത്തെത്തി. ഞാൻ എത്ര വലിയ സെബിറ്റി ആയിട്ട് ഇന്നെ ആരും നോക്കില്ലല്ലോ. എവിടെ പോയാലും അഫ്രോൻ എന്റെ കൂടെ തന്നെ നടക്കണം. അഫ്രോന്റെ വിചാരം എന്റെ കൂടെ നടന്നാല് വലിയ മൈനാവാന്നാ. ഇജാണ്ട് മുന്നിൽ നടന്നൂട്, ഇന്നെ തന്നെ ആരും മൈൻഡ് വെക്കില്ല. ഇതെന്തൊരു തണുപ്പാ! ഇയാൾക്കിത് മുതലാവുണ്ടേക്കല്ലോ. ഒരാളൊന്നും വാങ്ങുന്നില്ല, വെറുതെ അങ്ങനെ തണുപ്പ് കൊണ്ടുപോരുക. അതിനാണ് ഈ മുക്കമാള് ഇവിടെ ഉണ്ടാക്കിയിട്ട് പഠിച്ചോണ്ട് ഈ കാറെങ്ങനെ ഇതിന്റെ ഉള്ളിലെത്തി? വിമാനത്തിന്റെ ഉള്ളിന്റെ വീണേക്കും. ഈ കാറ് എന്തായാലും തൽക്കാലം വാങ്ങാൻ പറ്റൂല. ബലൂൺ എന്തായാലും എടുക്കട്ടെ. ഞാൻ സ്റ്റെപ്പുമ്മ നീങ്ങി പോകുന്നൊക്കെ എന്റെ അമ്മ വീഡിയോയിൽ എടുക്കുന്നുണ്ട്. എന്റെ അമ്മക്ക് ക്യാമറ എടുക്കാൻ അറിയേക്കും. ഇതൊക്കെ കിട്ടുണ്ടോ? പഠിച്ചോരറിയാം. ഞാരോ നോക്കണ്ടല്ലോ. ഇതിന്റെ വീഡിയോ കണ്ടിട്ടായിരിക്കോ സംഭവം? ഇത് ഞാൻ വെറുതെ പറഞ്ഞാണെങ്കിലും ഇന്നെല്ലാരും നോക്കണ്ട്. എന്റെ വീഡിയോ കണ്ടോരൊക്കെ എന്നോട് പറയുന്നുണ്ട് എന്റെ ഓർത്താറ് അടിപൊളിയാണ്. നീ ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ. അതിനങ്ങനെ എന്റെ അമ്മ സമ്മതിക്കണ്ടേ? എന്റെ ഉപ്പാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറങ്ങിനു. ഗായ്സ് വരൂ ഗായ്സ്, എന്റെ പുതിയ വീഡിയോ കാണിച്ചു തരാം. എപ്പ ഈ വണ്ടി കണ്ടാലും ഇരുന്നോ. പക്ഷെ ഈ ഭാഷ ഇരുന്നപ്പോ ഞാൻ കുടുങ്ങൂന്ന് വിചാരിച്ചതാ. വലിയ പള്ളല്ല, ഒരു പോലീസുകാരന് സെക്യൂരിറ്റി. പക്ഷെ എന്നോട് ഒന്നും മിണ്ടാതാണ്ട് പോയി. ഇയാൾക്കെന്താ ഇത്ര ജാടാ? ഫേമസ് ആയിട്ട് എനിക്ക് പോലും ജാടല്ല. ഈ വണ്ടിന്റെ ഉള്ളിൽ എഞ്ചിണ്ടോ? ഒരു ഒൽക്കല്ലേ. പിന്നെ എങ്ങനെ ഇത് ഓടുന്നേ? എന്റെ മോനെ, ഇവിടെ കൊറേ ഗെയിം ഉണ്ട്. ഒന്നിലും കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 10 പൈസ പോലും ഇല്ല. തണുപ്പ് കൊണ്ട് പോരാന്ന് പറഞ്ഞ് കയറ്റിയതാ. എന്റെ മേലെ പിശുക്ക് എന്നേക്കല്ലോ മാറുക. എന്നെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടട്ടെ, എന്നിട്ട് വേണം എല്ലാത്തിലും കയറാൻ. അതിലൊന്ന് കയറ്റോ, ഇതിലൊന്ന് കയറ്റോ, മറ്റേല് കയറ്റുവോ? കൊറേ ചോദിച്ചു നോക്കി. അവസാനം എന്റെ അമ്മ ഒന്ന് സമ്മതിച്ച്. എന്നിങ്ങോട്ട് വന്നാലും ഇതിൽ കയറാൻ പൂതിയാ. ഓട് വെറൈറ്റിയാ. അങ്ങോട്ട് ഓടി കയറാം, എന്നിട്ട് ഓടി ഓടിയാണ്ട് വിൽക്കുക. ഒന്നും പറ്റൂല. ശക്തിമാനല്ലേ, എനിക്കൊന്നും അല്ലേലും പറ്റൂല. ഇവിടെ ഇടിച്ച് പഞ്ചറാക്കാനുള്ള ഒരു സാധനം ഉണ്ട്. നല്ല ഇടിയുണ്ട് കൊടുത്ത് ഞാൻ. എന്റെ പഞ്ചിന്റെ പാറ അതെനിക്ക് നല്ലോണം അറിയാം. ഞാൻ എന്റെ UKG പഠിക്കുമ്പോൾ ഒരു ചക്കനെ ഇടിച്ച് പമ്പരാക്കിയതാ. കുറച്ച് തള്ളൊക്കെ ഉണ്ടേലും ചിലതൊക്കെ സത്യ. ഒരു പെണ്ണ് എന്നെ പന്തെടുത്ത് എന്നെ അറിയാം. അല്ല, പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് ഏറെ കൊള്ളാനുള്ളതല്ല എന്റെ ജീവിതം. പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനുള്ളതാ. ഞാനേ അറിയാതെ എന്റെ അമ്മ അഫ്രോന് എന്തൊക്കെയോ വാങ്ങി കൊടുക്കുന്നത്. ഒരു സ്പൂണ് പോലും എനിക്ക് തന്നില്ല. ഫുള്ള് സീനായി മോനെ. കുറെ ഏറ് കൊണ്ടപ്പോ ഞാനൊരു കുത്താണ്ട് കൊടുത്ത്. ആ കുത്ത് ഏറ്റെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെയുള്ള ചേച്ചിനോടൊക്കെ പറഞ്ഞ് ഫുള്ള് സീനായി. ഭാഗ്യത്തിന് പോലീസ് കേസായില്ല, ചെറിയൊരു സെറ്റിൽമെന്റ്. പിന്നെ ഞങ്ങളാണ്ട് ഫ്രണ്ട്സായി എല്ലാരും. അപ്പത്തേക്കും മണിയടിച്ച് സമയം കഴിഞ്ഞ് ഇറങ്ങിക്കോളാൻ ഒന്ന് നോക്കിയില്ല, വേഗം പോന്ന്. എന്തായാലും ആ പകുതി കാണാൻ നല്ല രസമുണ്ടായിന്. അഫ്രോണ് എന്തെങ്കിലും ഒരു ടൈം വേണ്ടേ? ഒരു വണ്ടിയിലാണ്ട് കയറ്റി. എന്താപ്പ ഇതിലൊരു കഥ. അഫ്രോ ഇങ്ങനെ ആടുണ്ട്, തൊട്ടിയിലാടും പോലെ. ഇതിലിങ്ങനെ ആടാൻ ഇവിടെ വരെ വരേണ്ട ആശ ഉണ്ടോ? അങ്ങനെയാണ് അഫ്രോ ഇപ്പൊ ചിന്തിക്കുന്നത്. അത് എനിക്കറിയാം. ഓളിന്റെ അനിയത്തിയല്ലേ. വെറുതെ 100 പോയി. ഓളുടെ മുഖത്തൊരു എക്സ്പ്രഷൻ ഒന്നുമില്ല. ചാടി ഓടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വിശക്കാൻ തുടങ്ങി. മല്ലമ്മനോട് പറഞ്ഞപ്പോ ഫുഡ് വാങ്ങി തന്നു. അതും തിന്നു കഴിഞ്ഞ് ഞങ്ങളാണ്ട് അടിച്ചു പൊളിച്ച്. അപ്പഴാ അമ്മന്റെ ഉൽക്കർമ്മത്തുള്ള ചോദ്യം. ഞാൻ അറിയാതെ അങ്ങനെ പറഞ്ഞും പോയി. പഠിച്ചോനെ, ഇതിന്റെ ഒപ്പം കണ്ട കൊളാവോ? സൈനിങ് ഓഫ്, പിച്ചേഴ്സ് ബ്ലോഗ്.